നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസഫലം 2025 മെയ് 5 മെയ് 5 ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ സൂര്യൻ മേടൻ രാശിയിലാണ്, ചന്ദ്രൻ മകയിര നക്ഷത്രം ഇടവൻ രാശി, ചൊവ്വ മിഥുനൻ രാശി, ബുധൻ ഇടവൻ രാശി, വ്യാഴം ഇടവൻ രാശി, ശുക്രൻ മിഥുനൻ രാശി, ശനി കുംഭൻ രാശി, രാഹു മീനൻ രാശി, കേതു കന്നിരാശി. ഇനി ഓരോ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രം ഇന്ന് നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും ഉത്സാഹം അനുഭവപ്പെടും. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാനും അനുകൂലമായ ദിവസമാണ്. സുഹൃത്തുക്കളുമായി സന്തോഷമായ സമയം ചെലവഴിക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ ശ്രദ്ധ ആവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിരിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് അല്പം മന്ദതയും അലസതയും ഒക്കെ അനുഭവപ്പെടാൻ ഇടയുണ്ട്. പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കാതിരിക്കാൻ ശ്രമിക്കുക. കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സന്തോഷമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ദീർഘകാലമായി കാത്തിരുന്ന ചില കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യമായേക്കുമെന്ന്. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിക്കും സാധ്യതയുണ്ട്. രോഹിണിക്കാർക്ക് നിങ്ങൾക്കിന്ന് യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും. പുതിയ ആളുകളെ പരിചയപ്പെടാനാകും. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യവുമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വിശ്രമവും ആവശ്യമാണ്. മകയിര നാളുകാർക്ക് ഇന്ന് ചന്ദ്രൻ നിങ്ങളുടെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകും. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്കിന്ന് അനുകൂല തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ധനപരമായ കാര്യങ്ങളിൽ നേരിയ നേട്ടങ്ങൾ കാണാനും ഇടയുണ്ട്. മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവാതിര നാളുകാർക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടുന്ന ദിവസമാണ്. കുടുംബത്തോടൊപ്പം സന്തോഷമായ സമയം ചെലവഴിക്കാനും അവസരങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരവും ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വ്യായാമവും ആവശ്യമായിട്ട് കാണുന്നു. പുണർന്ന നാളുകാർക്ക് ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കപ്പെടും. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്ന ദിവസമാണ്. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പോയ നാളുകാർക്ക് നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കാനിടയുണ്ട്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതി കാണാനിടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പഴയ സ്ഥിതി തുടരും. ആയില്യം നാളുകാർക്ക് അല്പം ശ്രദ്ധയൊക്കെ വേണ്ട ദിവസമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തിടുക്കത്തിൽ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. കുടുംബാംഗങ്ങളുമായി സൗമ്യമായി പെരുമാറുക. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരുന്ന ദിവസം കൂടിയാണ്. മകനാളുകാർക്ക് സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാകും. പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള അവസരങ്ങളും ലഭിക്കും. തൊഴിൽ രംഗത്ത് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾക്കാണ് സാധ്യത കാണുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. പൂരം നാളുകാർക്ക് അല്പം മടിയും അലസതയൊക്കെ അനുഭവപ്പെടാൻ ഇടയുണ്ട്. പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കാതിരിക്കാൻ ശ്രമിക്കണം. ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണ്ടിവരും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ഉത്തരനാളുകാർക്ക് ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടുന്ന ദിവസമാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായ ദിവസവുമായിട്ടാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാകും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതിക്കും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. അത്തം ചിത്തിര നാളുകാർക്ക് അല്പം തിരക്കുള്ള ദിവസമായിരിക്കും. സന്തോഷകരമായ ദിവസമായിരിക്കുന്നു. പല കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസമായിട്ടാണ് കാണുന്നത്. മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രമിക്കണം. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ചോതി നാളുകാർക്ക് വെല്ലുവിളികൾ നിറഞ്ഞൊരു ദിവസമാകാൻ സാധ്യതയും കാണുന്നു. നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കപ്പെടും. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. വിശാഖം നാളുകാർക്ക് നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാധ്യതയാണുള്ളത്. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കാനും ഇടയുണ്ട്. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതിക്കും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും ശരീരത്തിന് വിശ്രമവും ആവശ്യമാണ്. അനിഴം നാളുകാർക്ക് അല്പം ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമുള്ള ദിവസമാണ്. പ്രധാന കാര്യങ്ങളിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായി പെരുമാറുക. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരുന്ന ദിവസം കൂടിയാണ്. തൃക്കേട്ട നാളുകാർക്ക് സന്തോഷമായ അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ അവസരവും ലഭിക്കും. തൊഴിൽ രംഗത്ത് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ കാണാനാണ് സാധ്യത. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. മൂലനാളുകാർക്ക് അല്പം മടിയും അലസതയൊക്കെ അനുഭവപ്പെടാനിടയുണ്ട്. പ്രധാനപ്പെട്ട ജോലികളൊന്നും മാറ്റിവെക്കാതിരിക്കുക. കുടുംബാംഗങ്ങളുമായി സന്തോഷമായി സമയം ചെലവഴിക്കുക. ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്.
പൂരാടം നാളുകാർക്ക് ഉന്മേഷവും ഉത്സാഹവും ഒക്കെ നിറയുന്ന ദിവസമാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായ ദിവസം. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതിക്കും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. ഉത്രാടം നാളുകാർക്ക് അല്പം തിരക്കുള്ള ദിവസമാണ്. പല കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക. ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ കാണാനും ഇടയുണ്ട്. മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവോണം നാളുകാർക്ക് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടുന്ന ദിവസമാണ്. കുടുംബത്തോടൊപ്പം സന്തോഷമായി സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ ദിവസമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി. അവിട്ടം നാളുകാർക്ക് ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. നിങ്ങളുടെ ക്ഷമയും സഹനശക്തിയൊക്കെ പരീക്ഷിക്കപ്പെടും ചിലപ്പോൾ. തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാനും ശ്രമിക്കുക. ചതയ നാളുകാർക്ക് നല്ല വാർത്തകൾ കേൾക്കാനിടയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കാനും സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങൾ നേരിയ പുരോഗതിക്കും സാധ്യത കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും വിശ്രമവും ആവശ്യമാണ്. പൂരിട്ടാതി നാളുകാർക്ക് അല്പം ശ്രദ്ധയും ജാഗ്രതയും വേണ്ട ദിവസമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. കുടുംബാംഗങ്ങളുമായി സൗമ്യമായി പെരുമാറുക. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി. ഉത്രാട നാളുകാർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ ആളുകളുമായി സന്തോഷകരമായി സമയം ചെലവഴിക്കാൻ അവസരം കിട്ടും. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ കാണാനും ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. രേവതി നാളുകാർക്ക് അല്പം മടിയും അലസതയൊക്കെ അനുഭവപ്പെടാനിടയുണ്ട്. പ്രധാനപ്പെട്ട ജോലികൾ മാറ്റിവെക്കാതിരിക്കാൻ ശ്രമിക്കണം. കുടുംബത്തിൽ സന്തോഷമായ അന്തരീക്ഷം നിലനിൽക്കും. ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണ്ടിവരും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ഇത് ഓരോ നക്ഷത്രക്കാരുടെ ഈ ദിവസത്തെ ഫലം പൊതുവായ സൂചനകൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹനിലയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിൽ ചില മാറ്റങ്ങളൊക്കെ വരും.